Hi dear students, we have been discussing different organizational theories. We know there are 4 categories of organizational theories: pre-scientific schools, classical theories, neoclassical theories and modern management theories. Today we are discussing the 4th area, that is modern management theories. The modern management theory mainly involves 3 categories of theories, that is mathematical approach, system approach and contingency approach. ആ പേരിൽ തന്നെ ഉണ്ട് ഓരോന്നും അല്ലേ. മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്സ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. സിസ്റ്റം അപ്രോച്ച്, an organization is a system, it is to be controlled as a system. Contingency approach, contingency ഇല്ലേ, പ്രത്യേക സാഹചര്യം സിറ്റുവേഷൻസ് ഉണ്ടാവുക, സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായാൽ മാനേജ്മെൻറ്റ് ഈസ് efficiently management of special contingencies. Okay, then the first approach is mathematical approach. ഈ മാത്തമാറ്റിക്കൽ അപ്രോച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന ആളാണ്. ദ ഫാദർ ഓഫ് മാത്തമാറ്റിക് അപ്രോച്ച് ഈസ് ജോൺ വോൺ ന്യൂമാൻ. Okay, John von Neumann is considered to be the father of mathematical approach. ഇതല്ലാതെയും കോൺട്രിബ്യൂട്ടറീസ് ഉണ്ട്. നമ്മുടെ ഗിൽബ്രത്ത് എന്ന് പറയുന്ന ആൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗിൽബ്രത്ത്, എന്താ ഗിൽബ്രത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ മോഷൻ സ്റ്റഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. മോഷൻ സ്റ്റഡി അല്ലേ, സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ഓഫ് ബോഡി ആൻഡ് ലിംസ് റിക്വയർഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. വർക്ക് സ്റ്റഡി ഇൻക്ലൂഡ്സ് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി. ഈ മോഷൻ സ്റ്റഡിയുടെ ഫാദറാണ് ഗിൽബ്രത്ത്. ഇപ്പോൾ ഗിൽബ്രത്തും നമ്മുടെ മോഡേൺ മാനേജ്മെൻറ്റ് തിയറി മാത്തമാറ്റിക്കൽ അപ്രോച്ചിൻ്റെ കോൺട്രിബ്യൂട്ടറിയാണ്. ഇപ്പോൾ എനിവേ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ആണ് ഫസ്റ്റ് അപ്രോച്ച്. മാത്തമാറ്റിക്കൽ അപ്രോച്ചിനെ നമ്മൾ എന്തെന്ന് കൂടി പറയും? സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് കണ്ടോ, മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്. മാത്തമാറ്റിക്കൽ അപ്രോച്ചിന് നമ്മൾ പറയുന്ന പേര് സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, ദെൻ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഒന്നുകൂടി അല്ലേ എലാബറേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ടേംസാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയും. മാനേജ്മെൻറ്റ് ഒന്നുകൂടി അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ബികോം സിലബസിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. നമ്മൾ കൊമേഴ്സിൽ വരുന്ന സമയത്ത് സ്റ്റാറ്റി, ക്യൂട്ടി അല്ലേ, മാനേജ്മെൻറ്റ് സയൻസ്, ഇങ്ങനെ ഓപ്പറേഷൻ റിസർച്ച്, അങ്ങനെ പല പേരിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ അറിയപ്പെടുക. സോ മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് കൂടിയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച്. മാനേജ്മെൻറ്റ് സയൻസ് കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, then quantitative approach, etc. It use mathematical models to solve problems. മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഓർ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. നമ്മുടെ ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബിസിനസ്സിലൊരു പ്രത്യേക തീരുമാനം എടുക്കണമെന്ന് വിചാരിക്കും. ആ തീരുമാനം എടുക്കാൻ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന അപ്രോച്ചിനെയാണ് മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അല്ലേ, ഈ അപ്രോച്ച് പറയുന്നത് ഇൻ എവറി ഡിസിഷൻ മേക്കിംഗ് വി യൂസ് മാത്തമാറ്റിക്സ്. ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് which can be used in solving problems. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട് അല്ലേ, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഡെലിവറിയാണ് അവരുടെ പ്രത്യേകത. വേൾഡ് വൈഡായിട്ട് അവർ ഡെലിവർ ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഫ്ലിപ്കാർട്ട് ഡെലിവർ ചെയ്യാൻ ഇപ്പോൾ തിരൂരിലേക്ക് ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യണം.
ഈ തിരൂർ കോളേജിലേക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യണമെങ്കിൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഗോഡൗൺസ് അല്ലേ, ഒരുപാട് സ്ഥലത്ത് നിന്ന് അവർക്ക് സപ്ലൈ ചെയ്യാനുണ്ട്. പക്ഷേ ഏത് ഗോഡൗണിൽ നിന്നാണ് തിരൂരിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ നിന്നാണ് തിരൂരിലേക്ക് സപ്ലൈ ചെയ്യേണ്ടത്, ഈ തീരുമാനമെടുക്കാൻ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ബിക്കോസ് ദർ ഈസ് എ മാത്തമാറ്റിക്കൽ മോഡൽ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ അതിനുണ്ട്. അതിനെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് എന്ന് പറയും. മാത്തമാറ്റിക്കൽ മോഡലാണ്. മാത്തമാറ്റിക്കലി ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സിനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ. അതിനുപയോഗിക്കുന്ന മോഡലാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർ ആർ എ ലോട്ട് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് വിച്ച് വിൽ ഹെൽപ്പ് ടു ടേക്ക് ഡിസിഷൻസ്. സോ ഈ അപ്രോച്ച് വാദിക്കുന്നത് മാനേജ്മെൻറ്റ് ഈസ് use of mathematics to solve business problems. Okay, it is also known as quantitative approach. The approach analyzes a mix of feasibilities, constraints and cost to enable management to make decisions. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ അപ്രോച്ചിൻ്റെ പ്രത്യേകത ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ ഇറ്റ് അനലൈസ് ദ ഫീസിബിലിറ്റീസ് അല്ലേ, ഓരോ പോസിബിലിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യും. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി അല്ലേ, അതുപോലെ ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഇങ്ങനെ പോസിബിലിറ്റീസ് അനലൈസ് ചെയ്യും. കൺസ്ട്രെയിൻസ്, വാട്ട് ആർ ദ ഹിൻഡ്രൻസസ് അല്ലേ, കൺസ്ട്രെയിൻറ്റുകൾ എന്തൊക്കെയാണ്, തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇത് അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ദ കോസ്റ്റ് അല്ലേ. ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കലാണ് മാത്തമാറ്റിക്കൽ അപ്രോച്ച്. സെക്കൻഡ് അപ്രോച്ച് ഇൻ മോഡേൺ മാനേജ്മെൻറ്റ് തിയറി ഈസ് സിസ്റ്റംസ് അപ്രോച്ച്. ഈ സിസ്റ്റം അപ്രോച്ചിൻ്റെ ദ പ്രൊപ്പോണൻസ് ഓഫ് സിസ്റ്റം അപ്രോച്ച് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് പേഴ്സൺസ് ജസ്റ്റ് ലൈക്ക് W.G. സ്കോട്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. W.G. സ്കോട്ട് ഒരു പ്രൊപ്പോണൻ്റാണ്, സിസ്റ്റം അപ്രോച്ചിൻ്റെ പ്രൊപ്പോണൻ്റാണ്. മറ്റൊന്ന് ക്രാസോ, ഒരുപാട് ആളുകളുണ്ട്, ക്രാസോ, യുനോസസ് എക്സെട്ര. ക്രാസോ, ഓക്കെ, യുനോസസ് ഒന്നുകൂടി എഴുതിയേക്കുക, യുനോസസ്, ഓക്കെ. ഇവരൊക്കെയാണ് ഈ സിസ്റ്റം അപ്രോച്ചിൻ്റെ പ്രൊപ്പോണൻസ് എന്ന രീതിയിൽ പറയാവുന്നത്. W.G. സ്കോട്ട്, ക്രാസോ, യുനോസസ് എക്സെട്ര. എനിവേ, സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എ ഫേം ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമാണ്, ഒരു ടോട്ടലായിട്ടുള്ള ഒരു സിസ്റ്റമായി പഠിക്കുക. സോ ദാറ്റ് ദ മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് ഓഫ് ദ ഫേം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു റിയലൈസ് ദ ഫേംസ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷനെ ഒരു ടോട്ടൽ സിസ്റ്റം എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ടോട്ടാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നമുക്ക് അവിടെയുള്ള എല്ലാ എലമെൻസിനെയും, ഹ്യൂമൻ ബീയിങ്സ്, മെറ്റീരിയൽസ്, എക്യുപ്മെൻറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, എവറിത്തിങ് ക്യാൻ ബി കൺട്രോൾഡ് ഇഫക്റ്റീവ്ലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിസ്റ്റം അപ്രോച്ച് പറയുന്നത് വാട്ട് ഈസ് സിസ്റ്റം, അതാണ് ആദ്യം അറിയേണ്ടത്. വാട്ട് ഈസ് എ സിസ്റ്റം? എ സിസ്റ്റം ഈസ് എ ഹോൾ. ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇതാണ് സിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ ഹോൾ കൺസിസ്റ്റിംഗ് ഓഫ് എ ലോട്ട് ഓഫ് പാർട്സ് അല്ലേ. ഇതിനൊരുപാട് പാർട്ടുകൾ ഉണ്ടായിരിക്കാം, സബ് പാർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണെന്ന് വിചാരിക്കുക പാർട്ടുകൾ. ഈ ഒരുപാട് സബ് പാർട്ടുകളുള്ള ഒരു ഹോളിനെയാണ് ഒരു സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനാണ് ഈ സിസ്റ്റമെങ്കിൽ അവിടെയുള്ള പാർട്ടുകൾ എന്തായിരിക്കാം? ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് പാർട്സുള്ള അല്ലേ. ഈ പാർട്സുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഓൾ ദ പാർട്സ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് അല്ലേ. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഐസൊലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇവർക്ക് എന്ത് ചെയ്യണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ക്യാഷ് കിട്ടണം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ, ഇവർ വർക്ക് ചെയ്യണമെങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ വിൽക്കണമെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിക്കണം. സോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അല്ലേ, നമ്മൾ മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ
അല്ലേ? ഒരുപാട് പാർട്സ് ഉണ്ടായിരിക്കാം അല്ലേ? പ്രൊഡക്ഷൻ, പർച്ചേസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ, ഫിനാൻസ്, അല്ലേ? R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഈ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ എടുക്കുകയാണെങ്കിൽ ദേ ആർ കണക്റ്റഡ് വിത്ത് ഓൾ ദ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ഇൻ്റർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു സിസ്റ്റം എന്ന രീതിയിൽ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക അല്ലേ? എല്ലാവരും എന്താണ്? ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അപ്രോച്ചാണ് സിസ്റ്റം അപ്രോച്ച്. ഇവിടെ നമ്മൾ ഈ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഇതിനെ ഒരു ടോട്ടാലിറ്റിയിൽ കാണുന്നു. ഇപ്പം എന്താ പ്രത്യേകത? ഈ സിസ്റ്റത്തിന് ഒരുപാട് അല്ലേ? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ സബ് സിസ്റ്റം എന്ന് പറയാം. ഒരുപാട് സബ് സിസ്റ്റംസ് ഉണ്ട്. ഈ എല്ലാ സബ് സിസ്റ്റംസും ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എ ഫേം ഇൻ ടോട്ടാലിറ്റി സോ ദാറ്റ് മെൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് ഓഫ് ദ ഫേം ക്യാൻ ബി ഓർഗനൈസ്ഡ് ഇൻ ടു റിയലൈസ് ദ ഫേംസ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ്. ഫോർ ദിസ് to be effective, a company should have an overall system of corporate objectives. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം അപ്രോച്ച് ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകത, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കാം, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ സബ് യൂണിറ്റുകൾക്കും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കാം. അറ്റ് ദ സെയിം ടൈം ദർ ഷുഡ് ബി ആൻ ഓവറോൾ ഒബ്ജക്റ്റീവ് ഫോർ ദ ഓവറോൾ സിസ്റ്റം. മൊത്തം ഓർഗനൈസേഷന് ഒരു ഒറ്റ ഒബ്ജക്റ്റീവ് കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്രോച്ച് ഈസ് കണ്ടിൻജൻസി അപ്രോച്ച്. തേർഡ് അപ്രോച്ചാണ്, മോഡേൺ അപ്രോച്ചാണ് കണ്ടിൻജൻസി അപ്രോച്ച്. ഈ കണ്ടിൻജൻസി അപ്രോച്ചിൻ്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് പിഗോസ് മയേഴ്സ് ആണ്. പിഗോസ്, PIGAUSE, പിഗോസ് മയേഴ്സ്. പിഗോസ് മയേഴ്സ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഫാദർ ഓഫ് കണ്ടിൻജൻസി അപ്രോച്ച്. എന്താണ് കണ്ടിൻജൻസി അപ്രോച്ച്? കണ്ടിൻജൻസി അല്ലേ? സ്പെഷ്യൽ കണ്ടിൻജൻസീസ് ഏതൊരു സ്ഥാപനമായാലും ഓർഗനൈസേഷനായാലും അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അല്ലേ? ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ കണ്ടിൻജൻസി എന്ന് പറയുക. ആ കണ്ടിൻജൻസി മാനേജ് ചെയ്യലാണ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് എന്ന അപ്രോച്ചാണ് കണ്ടിൻജൻസി അപ്രോച്ച്. ഓക്കെ, മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആർ ഡിഫറൻറ്റ് അണ്ടർ ഡിഫറൻറ്റ് സിറ്റുവേഷൻസ്. ഓരോ സാഹചര്യത്തിലും മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആണ്. ആൻഡ് റിക്വയർ ടു ബി ടാക്കിൾഡ് ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ സിറ്റുവേഷൻ. അതിനെ ആ സിറ്റുവേഷൻ്റെ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റണം? ടാക്കിൾ ചെയ്യാൻ സാധിക്കണം. സോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിറ്റുവേഷണൽ അല്ലേ? കണ്ടിൻജൻസി അപ്രോച്ചിന് നമ്മൾ സിറ്റുവേഷണൽ അപ്രോച്ച് എന്നൊക്കെ പറയും. കാരണം ഓൾ ദ ഇവൻറ്റ്സ് ഇൻ ദ ഓർഗനൈസേഷൻ ആർ ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് സിറ്റുവേഷൻസ്. ഓരോ സിറ്റുവേഷനും ഓർഗനൈസേഷൻ ഫേസ് ചെയ്യണം. ആ ഓരോ സിറ്റുവേഷനെയും മാനേജ് ചെയ്യാൻ കഴിയലാണ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന അപ്രോച്ചാണ് കണ്ടിൻജൻസി അപ്രോച്ച്. അതല്ലാതെ നമ്മൾ കുറേ തിയറി പഠിച്ച് ആ തിയറി അതേപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കലല്ല. പകരം കണ്ടിൻജൻസിയെ ഡീൽ ചെയ്യലാണ് മാനേജ്മെൻറ്റ് എന്ന അപ്രോച്ചാണ് കണ്ടിൻജൻസി അപ്രോച്ച്. വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് മേ ബി യൂസ്ഫുൾ ഫോർ റിപ്പീറ്റേറ്റീവ് തിങ്സ് ബട്ട് നോട്ട് ഫോർ മാനേജീരിയൽ പ്രോബ്ലംസ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ദർ ഈസ് നോ ബെസ്റ്റ് വേ ഫോർ ഡൂയിങ് സംതിങ് എന്നാണ്. ഒരു കാര്യം ചെയ്യാൻ, ഒരു കാര്യം തീരുമാനിക്കാൻ ഒരു ബെസ്റ്റ് വേ ഇല്ല എന്നാണ് പറയുന്നത്. ദർ മേ ബി ബെസ്റ്റ് വേസ് ഫോർ ഡൂയിങ് റിപ്പീറ്റേറ്റീവ് തിങ്സ്. നമ്മൾ സാധാരണ ഫാക്ടറിയിൽ വരുന്ന പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, അതിനൊക്കെ റിപ്പീറ്റേറ്റീവായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബെസ്റ്റ് വേസ് ഉണ്ടായിരിക്കാം. ബട്ട് നോട്ട് ഫോർ മാനേജീരിയൽ പ്രോബ്ലംസ് എന്നാണ്. മാനേജർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് എന്തില്ല? അങ്ങനെ ഒരു ബെസ്റ്റ് വേ ഇല്ല. ദ കണ്ടിൻജൻസി അപ്രോച്ച് എയിംസ് അറ്റ് ഇൻ്റഗ്രേറ്റിംഗ് തിയറി വിത്ത് പ്രാക്ടീസ് ഇൻ സിസ്റ്റം ഫ്രെയിം വർക്ക്. ഇപ്പോൾ കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച തിയറിയെ പ്രാക്ടിക്കലായിട്ട് ഒരു സിസ്റ്റം ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട്, ഒരു ഓർഗനൈസേഷന് ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് പ്രാക്ടിക്കലായി നമ്മൾ പഠിച്ച തിയറി അപ്ലൈ ചെയ്യലാണ് കണ്ടിൻജൻസി അപ്രോച്ച്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 തിയറീസാണ്: മാത്തമാറ്റിക്കൽ അപ്രോച്ച്,
സിസ്റ്റം അപ്രോച്ച് ആൻഡ് കണ്ടിജൻസി അപ്രോച്ച്. ഇത്രയാണ് മോഡേൺ തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.